പെരുന്നാൾ കഴിഞ്ഞു, ബലിപെരുന്നാൾ കഴിഞ്ഞു, ബലി അറുക്കലും എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ഉത്തരേന്ത്യകളിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തേക്ക് വരുന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ആ വാർത്ത ജമ്മു കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് ബജ്റംഗ് ദളിന്റെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ആർക്കെതിരെയാ പ്രതിഷേധം? ജമ്മു കാശ്മീർ സർക്കാരിനെതിരെയാണോ പ്രതിഷേധം? അല്ല. പ്രതിഷേധം നടക്കുന്നത് ജമ്മു കാശ്മീരിലാണെങ്കിലും പ്രതിഷേധം ബംഗാൾ സർക്കാരിനെതിരെയാണ്. ബംഗാളിലെ BJP സർക്കാരിനെതിരെയാണ്. രാജ്യത്ത് തീവ്ര ഹിന്ദുത്വവാദികൾ, ഈ സംഘപരിവാറിൽ തന്നെ കുറച്ചുകൂടി മൂർച്ച കൂടിയ ഐറ്റംസ് അല്ലേ, അവര് വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയാ. എന്താണ് പ്രശ്നം? പ്രശ്നം മറ്റൊന്നുമല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അധികാരത്തിലെത്തിയ സുവേന്ദു അധികാരി ബംഗാളിലാണെങ്കിലും അസമിലാണെങ്കിലും നിങ്ങളൊന്ന് നോക്കൂ. അധികാരത്തിലെത്തിയ സർക്കാരുകൾ പ്രഖ്യാപിച്ച ആദ്യത്തെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ആ നാട്ടിലെ പാവങ്ങൾക്ക് വീടിനെ കുറിച്ച്, അവർക്കുള്ള ഒരു പഠനത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സ്കൂളിനെ കുറിച്ച്, ബാത്റൂമിനെ കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ഇതൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ തീരുമാനം എന്തായിരുന്നു? ഈ പറയുന്ന മൃഗങ്ങളെ അറക്കലുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ബംഗാളിലെ സർക്കാർ, സുവേന്ദു അധികാരി, BJP സർക്കാർ, ആ BJP സർക്കാർ പറഞ്ഞത് 14 വയസ്സിലുള്ള മുകളിലുള്ള പശുക്കളെ അറക്കാം. 14 വയസ്സിന് മുകളിലുള്ള പശുക്കളെ അറക്കാം. അതിനെന്താ കാരണം? ഇനി അതിന് താഴെ ഉള്ളതിനെയും അറക്കാം. അത് ആർക്കും ഒന്നിനും ഉപകാരപ്പെടാത്ത പശുക്കളായിരിക്കണം. എന്ന് പറഞ്ഞാൽ വല്ല പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അതിന് താഴെയുള്ള വയസ്സുള്ളതാണെങ്കിലും അറക്കാം. 14 വയസ്സായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെങ്കിലും അറക്കാം എന്നുള്ളതായിരുന്നു നിയമം അല്ലേ? അപ്പോൾ ഈ നിയമം വന്നതിലാണ് ബജ്റംഗ് ദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഈ ഹനുമാൻ സേനയുടെയും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇവരെന്താ പറയുന്നത്? പറ്റൂല, അങ്ങനെ നിയമം കൊണ്ടുവന്ന് പശുവിനെ അറക്കാൻ പറ്റില്ല, പശു ഗോമാതാവാണ്. എന്താണ് പറയുന്നത്? പശു ഗോമാതാവാണ്, പശുവിനെ ഒരിക്കലും അറക്കാൻ പറ്റില്ല, പശുവിനെ സംരക്ഷിക്കണം, പശുവിനെ സംരക്ഷിച്ച് പിടിക്കണം എന്നാണ് ആര് പറയുന്നത്? ബജ്റംഗ് ദള്, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹനുമാൻ സേന എന്നൊക്കെ പറയുന്ന ഇവരുടെ കൂട്ടത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. അവരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും 14 ഇനി 24 ആയാലും അറക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. അപ്പം ഞാനിതിങ്ങനെ ഈ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച ചില വീഡിയോകൾ ഉണ്ടല്ലോ, ആ വീഡിയോകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിൽ ഒന്ന് രാജസ്ഥാനിൽ നിന്നുള്ളതായിരുന്നു. രാജസ്ഥാനിലെ ആയിരക്കണക്കിന് പശുക്കൾ ചത്തൊടുങ്ങിയിട്ട് അവറ്റകളെ കൊണ്ടുപോയിട്ട് മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയിരിക്കുന്നു. ഇവറ്റകളുടെ ഈ ജഡം എന്ന് പറയുന്നത് അല്ലേ, ഒന്ന് സംസ്കരിക്കുക പോലും ചെയ്യാതെ, ഒന്ന് കുഴിച്ചിടാൻ പോലും തയ്യാറാവാതെ കൊണ്ടുപോയി മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കുമായി പങ്കുവെച്ചതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, UP യോഗി ആദിത്യനാഥിൻ്റെ ഗോശാലയിൽ മര്യാദക്ക് മതിയായ ഭക്ഷണവും വെള്ളവും, തീറ്റയും വെള്ളവും കിട്ടാത്തതിൽ പട്ടിണിക്കിട്ട് പശുക്കളെ കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് ഇപ്പോൾ ഈ 14 വയസ്സുള്ളതിനെ അറക്കാം എന്ന് പറഞ്ഞാൽ 14 വയസ്സ് കഴിയുമ്പോൾ ഗോമാതാവിനെ വിറ്റ് കാശാക്കിയിട്ട് നക്കാം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അങ്ങനെ ഒരു നിയമം അത് പാടില്ലെന്നാണ് പറയുന്നത്. ശരിയാണ്, ഗോമാതാവാണ്, ആരാധനാമൂർത്തിയാണ്, അതിനെ നമ്മൾ അറക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ശരി തന്നെ. പക്ഷേ ഈ ആരാധനാമൂർത്തിയായ ഗോമാതാവിനെ സംരക്ഷിക്കണമല്ലോ. ഇത് ചത്തു കഴിയുമ്പോൾ ഇതിന് ഒരു മാന്യതയോടുകൂടിയുള്ള ഒരു മര്യാദ അതിനോട് കാണിക്കണമല്ലോ. അതിനെ കുഴിച്ചിടാനുള്ള ഒരു മാന്യത നമ്മൾ കാണിക്കണമല്ലോ, ഒരു മനുഷ്യത്വം ആ മൃഗത്തിനോട് നമ്മൾ കാണിക്കണമല്ലോ അല്ലേ? ഇതൊന്നും കാണിക്കാത്ത ആളുകൾ നിങ്ങൾ അറക്കാൻ പാടില്ല. ഇത് ആരോടെ ഇത് അറക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ആരോടാ പറയുന്നത്? കൃത്യമായിട്ട് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ഭക്ഷണത്തിന് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന പണികൾ ചെയ്യാൻ പാടില്ല. എന്നാൽ ഇതേ സാധനങ്ങൾക്ക് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്ത് ഈ രാജ്യമാണ് ലോകത്തിൽ ബീഫ് എക്സ്പോർട്ടിങ്ങിൽ 2ാം സ്ഥാനത്തുള്ളത്. നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ എവിടൊക്കെ നിന്നാണ് ഇതിൻ്റെ മഹാഭൂരിപക്ഷവും? അല്ല,
ഇത് ഫുള്ളായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് എവിടെയൊക്കെ നിന്നാണ്? കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ഉണ്ടോ ബീഫ്? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് UP, മറ്റൊന്ന് ഗുജറാത്ത്, മറ്റൊന്ന് മഹാരാഷ്ട്ര, പിന്നെ ഒന്ന് രാജസ്ഥാൻ, പിന്നെ ഒന്ന് ഈ പറയുന്ന ഡൽഹി, ഹരിയാന. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് ആണ് ഇതിൻ്റെ ഈ പറയുന്ന എക്സ്പോർട്ടിൻ്റെ 95% നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ അറക്കുന്ന പശുവിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ പ്രായം എത്രയാണ്? ആരെങ്കിലും നോക്കാറുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾ, ഈ കശാപ്പ് ശാലകൾ, ഈ കോർപ്പറേറ്റ് അറവ് ശാലകൾ, അവിടങ്ങളിൽ പശുവിനെ അറക്കുന്നില്ല എന്നുള്ള ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും അറവുശാലകളുടെ മുമ്പിൽ, ഈ കോർപ്പറേറ്റ് അറവുശാലകളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് സാധാരണക്കാരൻ രാവിലെ ഒരു ജോലിക്ക് പോകും പോലെ ഒരു സാധനത്തിനെ കശാപ്പ് ചെയ്ത് അതിനെ മുറിച്ച് തൂക്കി വിറ്റ് മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മറിച്ച് ഈ കോർപ്പറേറ്റ് അറവുശാലകളുടെ മുന്നിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഹനുമാൻ സേനക്കാർ, ഏതെങ്കിലും ഈ ബജ്രംഗദറുകാർ, ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകൾ, ഇവരൊക്കെ പോയിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതോ പ്രശ്നമുണ്ടാക്കുന്നതോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കോർപ്പറേറ്റ് അറവുശാലകളിൽ ഇതൊക്കെ അറക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല. അവിടെ പശുവിനെ ഇറക്കാം, അവിടെ 14 വയസ്സാകണ്ട, അവിടെ എന്തിനേയും ഇറക്കാം. ഇനി ചത്തതാണെങ്കിലും കശാപ്പ് ചെയ്ത് സൈസാക്കിയിട്ട് കയറ്റിവിടാം, എന്തും ആവാം. സാധാരണക്കാരൻ, രാജ്യത്തെ ജനങ്ങളിൽ പെടുന്ന സാധാരണക്കാരായ ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകൾ ഇതിനെ വളർത്തുകയും വിൽക്കുകയും വാങ്ങുകയും മറക്കുകയും തിന്നുകയും ഒക്കെ ചെയ്താൽ വലിയ പ്രശ്നം. അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കൃത്യമായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഇതൊക്കെ അംഗീകരിക്കാം. ഇവിടെ രാജ്യത്ത് നിയമങ്ങൾ അംഗീകരിക്കാത്ത ആരാ ഉള്ളത്? എല്ലാ ആളുകളും, ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും കോമൺ ആയിട്ട് രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഗോമാതാവാണ്, അതുകൊണ്ട് അറുക്കാൻ പാടില്ല. ശരി, എന്നാൽ ഈ ഗോമാതാവ് എന്താ ചെയ്യേണ്ടത്? ഗോമാതാവിനെ റോട്ടിൽ കയറൂരി വിടുകയാണോ വേണ്ടത്? തെരുവുകളിലേക്ക് ഇറക്കി വിടുകയാണോ ഗോമാതാവിനെ ചെയ്യേണ്ടത്? ഗോമാതാവ് ചത്തു കഴിയുമ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി തള്ളുകയാണോ വേണ്ടത്? ഗോമാതാവിനെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണോ വേണ്ടത്? അല്ലേ? UP സർക്കാരിൻ്റെ കീഴിൽ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിൻ്റെ കീഴിലെ ഗോശാലയിലെ കാഴ്ച നമ്മൾ കാണിച്ചതാണ്. ഞാനത് വീണ്ടും ഇവിടെ കാണിക്കുന്നില്ല. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ചത്തൊടുങ്ങുന്ന, അവശയായി പട്ടിണി കിടന്ന് അവശയായി ചാവുന്ന ഗോമാതാവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഗോമാതാവ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാ? ഇവറ്റകൾക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണ്ടേ? ഒരു ജീവി ആയതുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം ചാവും, മനുഷ്യനാണെങ്കിലും. അപ്പോൾ ആ ഒരു ദിവസം ഇതിനെ കൊണ്ടുപോയി ഒന്ന് സംസ്കരിക്കണ്ടേ, അല്ലേ? പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ലോകത്ത് തന്നെ ബീഫ് എക്സ്പോർട്ടിങ്ങിൽ 2ാം സ്ഥാനത്തെത്താൻ ഈ രാജ്യത്തിന് ഇത്രമാത്രം കശാപ്പ് ചെയ്ത് കയറ്റി അയക്കാൻ പശു അതിൽ പെടുന്നില്ല എന്നുള്ള ഉറപ്പ് ഏതെങ്കിലും സംഘപരിവാറുകാരനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പശുക്കളെ, അവർക്ക് ഈ കോർപ്പറേറ്റ് അറവുശാലകൾക്ക് പശുവിനെ അറക്കാം, 14 വയസ്സും ആകണ്ട, എത്രയായാലും പ്രശ്നമില്ല. ഇത് യഥാർത്ഥത്തിൽ ശരിക്കും ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുകയാണ്. എന്താണ് കാര്യം? സാധാരണക്കാരന് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നിനും പറ്റൂല. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നിലവിലുള്ള സാധനങ്ങൾക്ക് എന്താകും? ഡിമാൻഡ് കുറയുന്നതല്ല, വില കുറയും. ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് വില കുറയും. കാരണം ആരും ഇപ്പം ഈ പെരുന്നാളിൻ്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടതല്ലേ, ആളുകൾ മാടുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ആടുകളെ അറുക്കാൻ പോവുകയാണ്. എല്ലാവരും ആടിനെ അറുത്തു. ഈ കർഷകരായ ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിന് കാരണം എന്താ? ഇത് വാങ്ങിയിട്ട് വെറുതെ നമ്മളെ കയ്യിലെ കാശും പോകും, ജീവനും പോകും, അക്രമം നേരിടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്
ഇതൊന്നും വേണ്ട, ആട് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അല്ലേ? അപ്പോൾ ഇത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വാങ്ങാൻ ആളുകളില്ല, ഭയം കൊണ്ട് ആളുകൾ വാങ്ങുന്നില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ തെരുവുകളിലേക്ക് ഇറക്കി വിടുകയാണ്. പോരാത്തതിന് വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റെന്തോ ആരെങ്കിലും വാങ്ങണമെന്ന് കരുതിയാലും ഇതിന് വലിയ ഡിമാൻഡൊന്നും ഉണ്ടാവില്ല, വലിയ പ്രൈസൊന്നും ഉണ്ടാവില്ല. കാരണം പലരും ഇത് എങ്ങനെങ്കിലും വിറ്റൊഴിവാക്കാനാണ് നോക്കുന്നത്. കാരണം 2-3 വർഷമൊക്കെ വളർത്തി, കഷ്ടപ്പെട്ട് വളർത്തി, തീറ്റ കൊടുത്ത് ഒക്കെ ചെയ്തിട്ട് അവസാനം ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം വിറ്റൊഴിവാക്കിയാലാണെങ്കിലോ ഇതിന് പണം ലഭിക്കുന്നത്, പണം ലഭിച്ചാലാണല്ലോ മുന്നോട്ടുള്ള ജീവിതം പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, വേറെ വഴിയില്ലാതെ ആളുകൾ ഒഴിവാക്കാൻ നിർബന്ധിതരാകുകയും ഡിമാൻഡുകൾ ആളില്ലാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഈ കോർപ്പറേറ്റ് അറവുശാലകൾക്കാണ്, ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ പേര് പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഒക്കെ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ്. കാരണം സാധാരണക്കാരൻ ഇത് വെട്ടി വിറ്റ് തിന്ന് ഒക്കെ നടത്തിയാൽ BJPക്ക് യാതൊരു ഗുണവുമില്ല. എന്നാൽ കോർപ്പറേറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ ഇതൊക്കെ ചെയ്താലോ BJPക്ക് കോടാനുകോടി രൂപയാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഡൊണേഷനായിട്ട് വരുന്നത് അല്ലേ? ഇപ്പം കഴിഞ്ഞ മാസം 30 കോടി രൂപ എങ്ങാനുമാണ് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി BJPയുടെ അക്കൗണ്ടിലേക്ക് ഡൊണേഷൻ നൽകിയത്, സംഭാവന നൽകിയത്. അത് അക്കൗണ്ട് വഴി നൽകിയത്. ഈ അക്കൗണ്ട് വഴി നൽകാത്ത പണം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണി വേറെ ഉണ്ടാവുമല്ലോ. 30 കോടി ബാങ്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആയിട്ട് 30 കോടി നൽകിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ത്രൂ അല്ലാതെ ബ്ലാക്കായിട്ട് എത്ര നൽകിയിട്ടുണ്ടാകും? മനസ്സിലായില്ലേ? സംഭവമൊക്കെ ശരിയാ, പശുവിനെ സംരക്ഷിക്കണം, ഗോമാതാവണം, ഒക്കെ റെഡി. അപ്പോൾ ഈ ചത്തു വീഴുന്നേറ്റങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു മാന്യത സംഘപരിവാർ കാണിക്കണം. ഇനി ജീവനുള്ളതിനെ പട്ടിണിക്കിട്ട് കൊല്ലാതിരിക്കുവാനുള്ള മാന്യതയും സംഘപരിവാർ കാണിക്കണം. അവറ്റകൾക്ക് മര്യാദക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കണം. അതല്ലേ ഗോമാതാവിനോട് കാണിക്കേണ്ടത്. ഇത് മാതാവാണ്, ഗോമാതാവാണ്, ആരാധനാമൂർത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പട്ടിണിക്കിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലുകയാണോ വേണ്ടത്?